ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ ബഅദ്. ഒന്ന്, റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസാക്ഷ്യം ഇന്ന് മുസ്ലിങ്ങൾക്ക് നിഷ്പ്രയാസം മനസ്സിലാക്കാവുന്നതാണ് എന്നുണ്ട്. ഇന്ന് 1400 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ മുസ്ലിങ്ങളായി ജനിച്ചു വന്നവരും ആ മുസ്ലിം തലമുറയാണല്ലോ അത് മനസ്സിലാക്കുന്നുള്ളൂ. എന്നാൽ ദുനിയാവിലെ ഭൂരിപക്ഷം ആളുകൾ ഇന്നും റസൂൽ തിരുമേനിയുടെ സത്യസാക്ഷ്യത്തെ മനസ്സിലാക്കിയിട്ടില്ല. 1400 വർഷത്തിന് ശേഷവും ഭൂരിപക്ഷം ആരാണ്? മുസ്ലിങ്ങളല്ലല്ലോ, ക്രിസ്ത്യാനികളാണ്. അതുപോലെ തന്നെ നാസ്തികരും ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരു തെളിവ് പരിപൂർണമല്ല. അല്ലെങ്കിൽ എല്ലാ നല്ല കാര്യങ്ങളും അത് രണ്ട് വശങ്ങളുണ്ട്. അള്ളാഹു പറയുന്നു, ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യിനത്തിൻ വയഹ്യ മൻ ഹയ്യ അൻ ബയ്യിന. ഒരു ബയ്യിനത്ത് വന്നാൽ അതുകൊണ്ട് ചില ആളുകൾ നശിച്ചു പോകും, ചില ആളുകൾ അതുകൊണ്ട് പ്രയോജനപ്പെടുത്തും. അത് ഖുർആനിലെ വേറൊരു ആയത്തിൽ ഊഖറു മുതശാബിഹാത്തുൻ എന്ന് പറഞ്ഞ് ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹു എന്ന് പറഞ്ഞ് ഖുർആനിലെ ആയത്തുകളെ കുറിച്ചും അത് മനസ്സിലാകാതെ സ്വന്തം രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചവർക്ക് ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു നൽകുന്ന ഹിദായത്താണെങ്കിൽ തന്നെ അത് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ദോഷമുണ്ടായിരിക്കും എന്ന് വ്യക്തമാണ്. അപ്പോൾ ഇവിടെ ഹസരത്ത് അഹമ്മദ് അലൈഹി സ്വലാം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവരെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ മനസ്സിലാകാത്ത അതിലൊരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, അതിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ മനസ്സിലാക്കിയിരിക്കണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അഹ്ലു കിതാബുകളെ കുറിച്ച്. അർ റസൂലൻ നബിയൽ ഉമ്മിയ അല്ലദി യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ. അവരുടെ തൗറാത്തിലും ഇൻജീലും റസൂൽ തിരുമേനിയെ കുറിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ടെന്ന് അള്ളാഹ് എന്നേക്കുമായി ഖുർആൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുണ്ടായിട്ട് കൂടി അവർക്കൊന്നും അത് കാണാൻ സാധിക്കുന്നില്ല. എത്ര ശതമാനം ആളുകളാണ് കാണുന്നത് എന്നിട്ട് ഇസ്ലാമിലേക്ക് വരുന്നത്? അപ്പം അതുകൊണ്ട് ഒരു ഗ്രന്ഥത്തിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ഈമാൻ വെച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, തഖ്വ വെച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ദോഷമേ ഉണ്ടാവുകയുള്ളൂ, ഫലം കുറവായിരിക്കും. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ വേണം ഹദരത്ത് അഹ്മദ് അലൈഹി സ്വലാമിൻ്റെ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കേണ്ടതും. അതിൽ വൈരുദ്ധ്യങ്ങളില്ല. പക്ഷേ ചില കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും അതാത് രീതിയിൽ മനസ്സിലാക്കിയ ആ പ്രശ്നം തീരും. ഈ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് റസൂൽ തിരുമേനിയുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ പലതും കാണാൻ സാധിക്കും ആക്ഷേപിക്കുന്നവർക്ക്. റസൂൽ തിരുമേനിയുടെ വാദം, തുടക്കത്തിൽ എന്ത് വാദിച്ചു, പിന്നെന്ത് വാദിച്ചു എന്നുള്ള പലതും വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ വ്യക്തമാകുന്നുണ്ട്. ആദ്യം റുയ സാലിഹ എന്ന് പറഞ്ഞു. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറയുന്നു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നുബുവത്തിനുള്ളൊരു തംഹീദായിരുന്നു, മുഖദ്ദമയായിരുന്നു. അതിനുശേഷം ഖുർആനിൽ വന്ദിർ അഷീറത്തക്കൽ അഖ്റബീൻ, അടുത്തുള്ളവരെ മാത്രം, അവർക്കായിരുന്നു നബി, കുടുംബക്കാർക്ക് വേണ്ടി മാത്രം എന്ന് പറയുന്നവരുണ്ട്. കദാലിക ഔഹൈനയിലേക്ക് ഖുർആൻ അറബിയൻ ലി തുന്ദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ, മക്കക്കാർക്ക് വേണ്ടി മാത്രം നബി ആയിരുന്നു. ആ നിലക്ക് പറയുന്നവരുണ്ട്, ഈ ആയത്ത് വെച്ചുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കുന്നവരുണ്ട്. പിന്നീട് ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹിയിലേക്കും ജമീഅ എന്ന് പിന്നീടാണ് റസൂൽ തിരുമേനി കുറേ വൈകിയാണ് എല്ലാവരിലേക്കും അയച്ചത് എന്നും പറയുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയത്തുകൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതുപോലെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു ആ നബിക്ക് പറഞ്ഞു കൊടുത്ത കാര്യത്തിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവില്ല. ആ നബി മനസ്സിലാക്കിയതിൽ ആ സമയത്തിൻ്റെ ചുറ്റുപാടനുസരിച്ച് ചില ഒരു മനുഷ്യ നിലക്ക് മനസ്സിലാക്കുന്നതിൽ ചില തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് തന്നെയാണ്. വൻസൽ അല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മത വഅല്ലമക മാ ലം തകുൻ തഅലം. ഖുർആൻ ഇറക്കിയതുകൊണ്ട് അള്ളാഹു ഇറക്കുന്ന അനുസരിച്ച് റസൂൽ തിരുമേനിക്ക് അറിയാത്ത പല കാര്യങ്ങൾ അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നവരെ അതിന് മുമ്പുള്ള രീതി, ചുറ്റുപാട് അനുസരിച്ച് അഹ്ലെ കിതാബിനെ പിന്തുടർന്ന് പോകുമായിരുന്നു എന്ന് റസൂൽ തിരുമേനി പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അദ്ദേഹത്തിനെ പറ്റിയ കാര്യം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. നാദാ നൂഹുൻ റബ്ബഹു ഫഖാല റബ്ബി ഇബ്നി മിൻ അഹ്ലി. പ്രളയം വന്നപ്പോൾ മകന് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഇന്ന വഅദക്കൽ ഹഖ്, നീയാണല്ലോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, നിന്റെ കൂടെയുള്ളവരൊക്കെ സംരക്ഷിക്കുമെന്നുണ്ട്. എന്തുകൊണ്ട് സംരക്ഷിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹ് എന്താ പറഞ്ഞത്? യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, നിന്റെ അഹ്ലിൽപ്പെട്ടവനല്ലാതെ. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ് ഫലാ തസ്അൽ ലിമാ ലൈസ ലക ബിഹി ഇൽം, നിനക്കറിയാത്തതിനോട് ചോദിക്കരുത് എന്നാണ് പറഞ്ഞത്. താക്കീത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്തൊരാൾ വന്ന് പറഞ്ഞു, അല്ലേ ഖൈറുൽ ബരിയ എന്ന് വിളിച്ചു റസൂൽ തിരുമേനിയെ, ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യ എന്ന്, ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടിയെ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ തിരുമേനി പറഞ്ഞു, ദാക ഇബ്രാഹിം, അത് ഇബ്രാഹിമാണ്, ഞാനല്ല എന്ന്.
അതുപോലെ വേറെ സ്ഥലത്ത് ബുഖാരിയിൽ വന്ന റിവായത്താണ് മാ യംബഗി ലി അഹദിൻ അൻ യഖൂല ഇന്നി ഖൈറു മിൻ യൂനുസ് ഇബ്നു മത്ത, യൂനുസ് ഇബ്നു മത്തയേക്കാൾ നല്ലവനാണ്, മുതിർന്നവനാണ്, അല്ലെങ്കിൽ അഫ്ദലാണ് ഞാനെന്ന് ആരും പറയരുതേ എന്ന് പറഞ്ഞു റസൂൽ തിരുമേനി. അതിന് ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി കൊടുക്കുന്ന വിശദീകരണം എന്താണ്? ഉലമാക്കൾ പറഞ്ഞു ഖാലൽ ഉലമാ ഇന്നമാ ഖാല ദാലിക തവാദുഅൻ, അത് റസൂൽ തിരുമേനി തവാദുആയിട്ട് വളരെയധികം താഴ്മ കാണിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്. അതല്ല പിന്നെ പറഞ്ഞത് വൈൻ കാന ഖാലഹു ഖബ്ല ഇൽമിഹി, ഇനി അറിയുന്നതിന് മുമ്പ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഫല ഇഷ്കാൽ, അതിലൊരു ഇഷ്കാലും ഇല്ലാണ്. അപ്പം നബിമാർക്ക് അറിയാത്തൊരു കാലം ഉണ്ടാവും, അത് അറിയിച്ചു കൊടുത്ത് അറിയുന്നൊരു കാലവും ഉണ്ടായിരിക്കും. അപ്പം അതുപോലെ മിർസ സാഹിബ് അലൈഹിസ്സലാം അദ്ദേഹത്തിനെ അള്ളാഹു തുടക്കത്തിലെ വറാഹീൻ അഹമ്മദിൽ തന്നെ നബി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അതുകൊണ്ട് ആ കാലത്തിനനുസരിച്ച് മനസ്സിലാക്കി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹദ്ദസൻ മാത്രമാണ്, ഒരു നബി എങ്ങനെ വരിക, നബി എന്ന് പറഞ്ഞാൽ ശരീഅത്ത് വേണമല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഞാൻ അങ്ങനെ അത്തരത്തിലുള്ള നബി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അള്ളാഹു ഒരുപാട് അറിയിച്ചു കൊടുത്ത അനുസരിച്ച് അദ്ദേഹം ആ തെറ്റ് തിരുത്തി. അപ്പോൾ അള്ള പറഞ്ഞ കാര്യത്തിൽ മുമ്പ് അള്ള ഒന്ന് പറഞ്ഞു പിന്നെ അള്ള മാറ്റി പറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അള്ള പറഞ്ഞതിലൊരു വ്യത്യാസമല്ല. അത് മനസ്സിലാക്കുന്നതിൽ എല്ലാ നബിമാർക്കും തുടക്കത്തിൽ അവർ അള്ള ഉദ്ദേശിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമയം എടുക്കുന്നുണ്ട്, പല കാര്യങ്ങളും. അതാണ് റസൂൽ തിരുമേനി, അതുകൊണ്ടാണ് റസൂൽ തിരുമേനിയുടെ സ്ഥാനം മറ്റു നബിമാരെക്കാളും മേളിലല്ല എന്ന് റസൂൽ തിരുമേനി ആദ്യം പറഞ്ഞത്. പിന്നെ അത് മാറ്റി ഞാൻ അവരെക്കാളൊക്കെ ഉത്തമനാണ്, സയ്യിദു ഉൽദി ആദമ എന്നൊക്കെ പറഞ്ഞത്. അതുപോലെ ഫുദ്ദിൽ ഞാൻ മറ്റുള്ള നബിമാരെക്കാൾ ശ്രേഷ്ഠനാക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നബി പിന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസുകൾ കാരണം, ഈ വൈരുദ്ധ്യങ്ങൾ കാരണം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവാനല്ല എന്ന് പറയുന്ന കൂട്ടരിലായിരിക്കും പെടുക, താങ്കൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ. അത് സന്മനസ്സല്ല, അത് അറിവില്ലാത്ത മനസ്സായിട്ട് അതിനെ കണക്കാക്കുക.